ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം ആ പുസ്തകം എത്രയായി? 15. ഓ, അതും മറന്നുപോയി. ഓ ശരി. ആ ഞാൻ വിളിച്ചോളാം. ഞാൻ വർക്ക് സൈറ്റിലാണ് ഇപ്പോൾ. ആ ശരി എന്നാൽ. എൻ്റെ ചേട്ടാ, ചേട്ടൻ ആ ഫോണൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ പാടില്ലേ? ഓഫാണോ? അല്ല. ആ ശരിയാണല്ലോ. അതെ തോമസ് ചേട്ടാ, ചേട്ടൻ ഇന്ന് എപ്പോഴാണ് വന്നത്? ഹൈ, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. രാവിലെ എഞ്ചിനീയർ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടില്ലല്ലോ. ആ അത് ഞാൻ മുകളിലായിരുന്നു. ആ അത് കഴിഞ്ഞ് ഞങ്ങൾ മേളിലേക്ക് വന്നല്ലോ. ആ അപ്പോഴേക്ക് ആ സൈഡിൽ കൂടെ ഞാൻ താഴേക്ക് പോയിട്ടുണ്ടാവും. ആ അങ്ങനെ താഴെ മേളിലെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചോ. പക്ഷെ പണി പറഞ്ഞ സമയത്ത് തീർത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഉള്ള കാര്യം ഞാൻ സാറിനോട് പറയും. അത് ഞാൻ കൃത്യസമയത്ത് തീർത്തിരിക്കും. എന്നിട്ടാണോ മുകളിൽ 3 റൂം തേക്കാതിട്ടിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയല്ലേ മിനിഞ്ഞാന്ന് തീർത്തോളാന്ന് ചേട്ടൻ സാറിനോട് പറഞ്ഞത്. അപ്പോഴല്ലേ താഴത്തെ സ്റ്റെയർകേസിന്റെ അടുത്തുള്ള റൂം തേച്ച് വൈറ്റ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിനത് രമേശനും സാബും കൂടിയല്ലേ ചെയ്തത്? അവിടെ ഞാനും കൂടി ഉണ്ടാകണം, എൻ്റെ കൂടി മേൽനോട്ടത്തിൽ വേണമെന്ന് എബി സാറ് പറഞ്ഞത് ജോയി സാറ് മറന്നുപോയാ? അല്ല അതിന് എൻ്റെ സാറേ, മേലെ പണിയും താഴെ മേൽനോട്ടവും എന്നൊക്കെ എല്ലാം കൂടെ പറഞ്ഞ ഞാനാകെ കുഴഞ്ഞു പോകും. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 13 വാക്യം. എന്റെ ചേട്ടാ, മേൽനോട്ടെന്ന് സാറ് ഉദ്ദേശിക്കുന്നത് അവര് ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണമെന്നാണ്. അല്ലാതെ അവര് ചെയ്യുന്നത് ഫുൾ ടൈം പോയി നോക്കി നിൽക്കണമെന്നല്ല. ചേട്ടനിപ്പോ ഇത് എവിടെ പോണ്? അല്ല, വെള്ളം തീർന്നു, ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ. വെള്ളം? ഹലോ, ആ മേഴ്സി, ഞാനങ്ങ് വിളിക്കാം. അതെത്ര? ആ കൊടുക്കാം, നാളെ കൊടുക്കാന്ന് പറ. എന്തു പറ്റി സാറ്? ഏയ് അതൊന്നുമില്ല. ചേട്ടൻ ഇന്നത്തോടെ ആ മോളിലെ തേപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അത് തീരാതെ കിടക്കുന്നതുകൊണ്ടാ വൈറ്റ് വാഷ് അടിക്കാൻ പറ്റാത്തത്. ആ ചെല്ല്. ഓ, അതൊന്ന് തീർക്കാൻ സാർ. ചെല്ലടോ. ആ ഹലോ. ആ ഞാനങ്ങ് വിളിക്കാനിരിക്കായിരുന്നു. ഏയ് അതല്ല, കുറച്ച് ടൈറ്റായി പോയി, അതാണ്.
ഇല്ലില്ല, ഒരു 2 ദിവസം അതിനുള്ളിൽ ശരിയാക്കാം. ഹലോ. ആ ഹലോ ആ ഹലോ ചേട്ടാ, ഞാൻ ജെയിംസാണ്. ആ ജെയിംസേ, ഇത് എവിടെയാണിത്? ഞാനിവിടെ വർക്ക് സൈറ്റിലുണ്ട്. ഇവിടെയാ? ആ ഇവിടെ താഴെ. ആ മുകളിലേക്ക് വാ. ആ വാങ്ങട്. ആ ഞാൻ മുകളിലേക്ക് വരാം. ആ ഓക്കെ. ഹലോ, ആരാ? ഞാൻ ആ തോമസിനെ കാണാൻ വേണ്ടിയിട്ടേ. ആ, തോമസേട്ടൻ മേളുണ്ട്. ആ ആ. അപ്പോൾ എന്നാ ശരിയാ ശരി. ആ ഇതൊക്കെ എണിയാണല്ലോ. ആ തോമസ് ചേട്ടാ. ആ വാ വാ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ലേ? അതാണോ സൂപ്പർവൈസർ ജോബി? അതെ അതെ. ഈ പുള്ളിക്ക് എന്നെ അത്ര അങ്ങോട്ട് പിടിച്ച മട്ടില്ല. അതെന്താ, അവൻ വല്ലതും ചോദിച്ചോ? ഏയ് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ആ എന്നാലും ഒരു അനിഷ്ടം പ്രകടമാണ് മുഖത്ത്. അതെ, ആർക്കും സംശയമൊന്നുമില്ല. അതെ, ഇന്നലെ രാത്രി ഇവിടെ നിന്ന് അടിച്ചിട്ട് പോയ ടൈൽസിന്റെ ഷെയർ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21 അധ്യായം 6 വാക്യം. അതെ, താഴെ ഇരിക്കുന്ന ആ സിമെന്റും കുറച്ച് പൈപ്പും ആ ഇരുമ്പിന്റെ പീസും ഒക്കെ അത് ഇന്ന് രാത്രി കടത്തിയല്ല. അത് വേണോ? അതെന്ത് പറ്റി? അതെ, സിമെന്റ് തീർന്നിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ആ ഇരിക്കുന്നതെന്ന് പൊക്കിയാലേ എളുപ്പം മനസ്സിലാവും. ഓ, നാളെ 10-200 ചാക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൂടി ആവുമ്പോ ഒരു 10-50 ചാക്ക് പൊക്കാം. പിന്നെ 2-3 പൈപ്പും ഇരുമ്പും അത് ഒരാഴ്ച കൂടെ കഴിയട്ടെ. അപ്പൊ ഞാൻ തന്നെ അത് മതിലിന്റെ അടുത്തേക്ക് മാറ്റിയിടാം. എന്താ? അത് മതി. അതാവുമ്പോ എളുപ്പവുമാണ്, ആർക്കും സംശയവും തോന്നും. അതെ, നമുക്ക് 2 വീശിയാല. അതെ, പണിക്ക് തന്നെ വന്നത് വൈകിയ. ഓ, അതിന്റെ ഇടയിൽ പെട്ടെന്ന് പോവാൻ കൂടെ ചെയ്താലോ? ഓ, അതിനിപ്പോ തച്ചിയാശിന്റെ കൂടുതൽ ഇപ്പൊ കിട്ടിയില്ലേ? പിന്നെ പെട്ടെന്ന് പോകാനുള്ള കാര്യം ഉണ്ടാക്കാനാണ് ചേട്ടന് പ്രയാസം. പ്രയാസമൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ ആ സൂപ്പർവൈസറോട്. ഓ ആയിക്കോട്ടെ. എങ്കിൽ ഞാനേ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ആ ചേട്ടൻ പോയി മാറിയിട്ടോ, ഞാൻ അപ്പോഴേക്കൊന്ന് ഫോൺ ചെയ്യാം. മേഴ്സി, നിങ്ങൾ പോയിക്കോ, ഞാൻ വൈകിട്ടങ്ങ് എത്തിക്കോളാം. ആ പൈസയും കൊണ്ടേ ഞാൻ വരൂ. ഈശ്വര, ഞാനിനി ആരോടെ ചോദിക്കാം? അല്ലത് ചേട്ടനോട് പോണ്? അല്ല ജെയിംസേ, ഒരു മിനിറ്റ്. ആ ശരി. ഓ, എൻ്റെ സാറേ, ഞാൻ നേരത്തെ പറയാഞ്ഞിട്ടാ. ഓ, തലവേദന എടുത്തിട്ട് വയ്യ. ചത്തുപോകലോന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഞാൻ ഈ തലയങ്ങ് വെട്ടിക്കളഞ്ഞാനെ. അപ്പോഴാ ജെയിംസ് മരുന്ന് മേടിക്കാൻ കൂടെ വരാന്ന് പറഞ്ഞത്. ചേട്ടാ, അപ്പം ആ മുറികൾ തേക്കേണ്ട ചേട്ടാ? അത് നാളത്തേക്കാം. എന്താന്ന് വെച്ചാ ചേട്ടൻ ചെയ്യ്.
ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും സാറ് വിചാരിക്കരുത്. എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടോ? ആ ജെയിംസേ പോവാം. എന്താ ഏട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? കുഴപ്പം എനിക്കല്ല, അവനാ. കുറച്ച് സാമ്പത്തികം ശരിയാകാത്ത കുഴപ്പം. ഒരു 10,000 രൂപ. ഞാൻ കുറച്ച് സെൻറ്റി ഡയലോഗ് അടിച്ച് അഭിനയം കാഴ്ചവെച്ച് സഹായിക്കാമെന്ന് പറഞ്ഞു പോന്നു. വാ, നീ വാ, നമുക്ക് പോവാം. ചേട്ടാ, സഹായിക്കെന്ന് പറയല്ല, സഹായിക്കണം. ആ ചേട്ടൻ ഞാൻ നേരത്തെ തന്ന പൈസ ഇങ്ങെടുത്തേ. എന്നിട്ടേ ദാ ഇതും കൂടി കൂട്ടുമ്പോ 10,000 രൂപയോ 10,000 രൂപയല്ലേ പുള്ളിക്ക് ആവശ്യം. ദാ ഇതുകൊണ്ട് പുള്ളിക്ക് കൊണ്ട് കൊടു. ഇതുപോലൊരു അവസരം ഇനി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചേട്ടാ. ഇതൊരു കൊടുത്താണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്നു വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. പ്രഭാഷകൻ 37-ാം അധ്യായം 8-ാം വാക്യം. ഇതൊന്നും അവിടെ വെച്ചേ. വാ. ജോബി സാറേ. ആ ജോബി സാറ് വിഷമിക്കണ്ട. ജോബി സാറിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ. ഞാനപ്പോൾ ഈ ജെയിംസിനോട് ചോദിച്ചേ അവൻ്റെ കയ്യിലുണ്ടോയെന്ന്. കുരുത്തം പോലെ അവൻ്റെ കയ്യിലുണ്ടായി. ദേ 10,000 രൂപയുണ്ട്. ദേ ഇരിക്കട്ടെ, ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. ജെയിംസിന് പിന്നെ കൊടുത്താൽ മതി. ചേട്ടാ, ഞാൻ അത്രയും വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താ ചേട്ടൻ എനിക്ക് ഹെൽപ്പ് ചെയ്തത്. നന്ദിയുണ്ട്, മറക്കില്ല. നന്ദിയോ? എന്തിനാ നന്ദി? മറക്കണം സാറേ. ഞാനിപ്പോൾ ചെയ്ത ഈ സഹായം ഇവിടെ വെച്ച് മറക്കണം. ഒക്കുമെങ്കിൽ സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഈ പണം ഉണ്ടല്ല, സാറിൻ്റെ കയ്യിൽ പണം വരുമ്പോൾ ഈ പണം തിരികെ തന്നാൽ മതി. പിന്നെ എന്തിനാ സാറേ ഈ കാശ്? ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കാനുള്ളതാണ്, അല്ലാതെ എൻ്റെ പോക്കറ്റിൽ വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കാര്യമായ ഒരു കാര്യമില്ല. അപ്പൊ സാറിനിപ്പോൾ ആവശ്യം വന്നപ്പോൾ ഈ തോമസ് ചേട്ടൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞ് എൻ്റെ കയ്യിലുള്ള കാശെടുത്ത് ഞാൻ സാറിനെ സഹായിക്കുമ്പോഴുള്ള ആ മനസ്സുകൊണ്ടല്ല സാറിന് മനസ്സിലാകില്ല. സാറിൻ്റെ കാര്യം നടക്കട്ടെ, അങ്ങനെ കരുതിയാൽ മതി. പിന്നെ ജെയിംസ്, ഈ ജോബി സാർ ആരാന്നറിയാമോ? അതെ, അത്ര നിസ്സാരക്കാരനല്ല. ഈ വർക്ക് സൈറ്റിൽ ഏറ്റവും കൃത്യനിഷ്ഠയും ഞങ്ങൾക്കൊക്കെ പേടിയുമുള്ള ആളാണ് ഈ സാർ. സാറിനെ കണ്ടാൽ പറയും. അത്രയ്ക്ക് കൃത്യമാണ് സാറിന്റെ കാര്യങ്ങള്. പിന്നെ സാറേ, ആ 3 മുറി തേക്കാണ് കാര്യം. അതിൽ 2 മുറി ഞാൻ ആ കൃഷ്ണൻകുട്ടീനെയും അയ്യപ്പനും കൂട്ടി തേക്കാം. അപ്പൊ നാളെ തേച്ച് തീർത്തിരിക്കും. അന്നാ ഞങ്ങള് വലിയ ഉപകാരം. ഓ, എന്തൊരു തലവേദന. ഓ, അതിപ്പോ ആശുപത്രി ചെന്ന് മരുന്ന് കഴിച്ച് കഴിയുമ്പോ മാറില്ലേ? നമ്മൾ ആശുപത്രിയിലേക്കല്ലേ ഇപ്പൊ പോണത്. ഓ ശരി സാർ. ഓക്കെ. ശരി. എന്താ സാറേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അതെ ജോബി, ഇതൊരു വലിയ പ്രോബ്ലം തന്നെയല്ലേ? എന്താ സാർ? ഇവിടുന്ന് പല സാധനങ്ങളും മോഷണം പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ സാർ, മാത്യു മേസ്തിരിയാണ് പറഞ്ഞത്. പുള്ളിയാണല്ലോ സിമെന്റിന്റെയും മറ്റും കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ജോബി? ഇതൊക്കെ ജോബി കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനി മുതൽ ഞാനും ശ്രദ്ധിച്ചോളാം സാർ. ആരാണെങ്കിലും ഉടൻ പോലീസിലെ അറിയിക്കണം. ശരി സാർ. ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ ചെയ്യുന്നു തോന്നുന്നില്ലേ സാർ? അപ്പോൾ
പുറത്തുനിന്ന് ആരെങ്കിലും ആണെന്നാണോ ജോബി പറയുന്നത്? അതിപ്പോ ആരാണെന്ന് അറിയാതെ എങ്ങനെയാ പറയാ സാർ? ശ്രദ്ധിക്കണം ജോബി. എൻ്റെ തോമസേട്ടൻ ഞാൻ എന്തീ കാണുന്നത്? തോമസേട്ടൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല ഏട്ടാ. നീ ഇത് വിശ്വസിക്കണം. ചേട്ടാ അതെ, പല വിധത്തിലുള്ള തമാശകളും പറ്റിക്കലുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഒരു തമാശയും പറ്റിക്കലും ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത് തമാശ കാണിക്കാനോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കാണിച്ച് പറ്റിക്കാനോ അല്ല. പിന്നെ എടാ, ഇനി മുതൽ ഞാൻ ഈ കള്ളത്തരത്തിനും തട്ടിപ്പിനും ഒന്നുമില്ല. ചേട്ടാ, ഇന്നലെ ഉച്ചക്കൂടി കമ്പനിയും കൂടി ഭക്ഷണവും കഴിച്ച് ആ പഴയ ഗേറ്റും കമ്പിയും വിറ്റതിൻ്റെ ഷെയറും വാങ്ങിപ്പോയ ചേട്ടനിത് എന്തു പറ്റി? നീ പറഞ്ഞതൊക്കെ ശരിയാ. കള്ളത്തരം കാണിച്ച് കള്ളും കുടിച്ച് നടന്ന ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ? ഓ, ഇന്നലെ വഴിക്ക് വെച്ച് നമ്മളെ ചോദ്യം ചെയ്ത ആ സൂപ്പർവൈസർ ജോബി പറയണ കേട്ടിട്ടാണ് ഈ മനസാന്തരം. ഒരു കണക്കിന് ഒരു കാര്യം അത് തന്നെയാണെന്ന് കൂട്ടിക്കോ. എനിക്ക് ഉപകാരം മാത്രം ചെയ്തിട്ടുള്ള ആ എബിസാറിനെയും ജോബിയെയും എല്ലാം ഞാൻ ചതിക്കുകയായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ വേലി തന്നെ വിളവ് എന്ന പരിപാടിയല്ലേ ഞാൻ ചെയ്തത് അവരോടൊക്കെ. എൻ്റെ ചേട്ടാ, ഈ സത്യസന്ധതയെ ആത്മാർത്ഥതയും പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറുമോ? കാര്യങ്ങൾ നടക്കാനേ കാശ് വേണം. അതിന് ഇങ്ങനത്തെ വളഞ്ഞ വഴിയാണ് ബെസ്റ്റ്. ഈ അധ്വാനവും മുടക്കുമുതലൊന്നും ഇല്ലല്ലോ. നീ ഒന്ന് നിർത്തിയേ. മേലിൽ ഇത്തരം പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ചേട്ടൻ വന്നേ. ഒരു 2 എണ്ണം വീശി കഴിഞ്ഞാലേ ഈ കുറ്റബോധമൊക്കെ പോകും. സംഗതി ഉഷാറാകുന്നേ. ഇല്ല, ഞാൻ നിർത്തി. ഇന്നു മുതൽ മദ്യപാനം ഞാൻ നിർത്തി. അല്ല, എന്നിട്ടിപ്പോ ചേട്ടൻ എവിടെ പോണു? ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാൻ ആ എബിസാറിൻ്റെ അടുത്തേക്ക്. നീ പേടിക്കണ്ട, നിന്റെ പേര് ഞാൻ പറയില്ല. എല്ലാം ഞാനാ ചെയ്തതെന്ന് പറയും. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23 ആ, തോമസേട്ടനോ? സാറേ, എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി സാറേ. എല്ലാം എൻ്റെ മദ്യപാനത്തിൽ നിന്നുണ്ടായതാ. മടിയും കളവും ചീത്ത കൂട്ടുകെട്ടും
എനിക്ക് മാപ്പ് തരണം സാറേ. എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മോഷ്ടിച്ച സാധനങ്ങളുടെ പണം തിരിച്ചു തരാൻ കുറച്ച് സാവകാശം തരണം. ഓഹോ, ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് ചേട്ടനുണ്ടോ? ഇപ്പം ഇവിടെ ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ ഓർത്തത് പതിവ് പോലെ എന്തെങ്കിലും കള്ളത്തരം പറയാനായിരിക്കുന്ന. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇന്നലെ ആ ജോബിയും വന്ന് ക്ഷമയും മാപ്പൊക്കെ പറഞ്ഞിട്ട് പോയി. നിങ്ങളോടൊക്കെ ഞാൻ എൻ്റെ സഹോദരങ്ങളോടെന്ന പോലെയല്ലേ പെരുമാറിയിട്ടുള്ളത്. ആ എന്നോട് ഞാൻ നിലനിൽക്കേണ്ടത് നിങ്ങളുടെയും കൂടി ആവശ്യമാണെന്ന് നിങ്ങളൊക്കെ കരുതുമെന്ന് വിചാരിച്ചത് എൻ്റെ തെറ്റ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചേട്ടനായിരുന്നു എന്നറിഞ്ഞപ്പോൾ പോലീസിൽ അറിയിക്കാനാണ് ആദ്യം തോന്നിയത്. അങ്ങനെ ചെയ്താൽ അവർ പോലീസുകാർ അല്ല, അതിനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ല. ഇനി ഞാനായിട്ട് സാറിനൊരു ബുദ്ധിമുട്ടും നഷ്ടം ഉണ്ടാക്കില്ല. സാറിൻ്റെ കൺവെട്ടത്ത് പോലും ഞാൻ വരില്ല. ഞാൻ പോട്ടെ സാറേ. ചേട്ടനോട് തന്നെ ചേട്ടൻ എൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം. ബുദ്ധിമുട്ടും നഷ്ടം ഉണ്ടാക്കാനല്ല, ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ കൂടെ നിൽക്കാൻ. പിന്നെ ആ ജോബിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ പോയി വിളിക്കാം സാറേ. ജോബി സാറിനെ വീട്ടിൽ പോയി ഞാൻ വിളിച്ചുകൊണ്ട് വരാം. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രഭാഷകൻ 17-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.